സദ്യ ഒരുക്കാനുള്ള എല്ലാ ചട്ടിക്കുട്ടി കലങ്ങളും എൻ്റെ കയ്യിൽ തയ്യാറാണ്. ഈ ചെറിയ ചെറിയ കലങ്ങളൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരുന്ന കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കലങ്ങളൊക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ചെറിയ കലങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. കുറേ കലങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഫ്ലൈറ്റിലൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ചെറിയ കലങ്ങളൊക്കെ ഇതൊക്കെ ഭാഗ്യത്തിന് പൊട്ടാണ്ട് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ വലിയ കലങ്ങളൊക്കെ എനിക്കൊരു ചേട്ടൻ ഗിഫ്റ്റ് തന്നതാണ്. ഞാനിങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ ഗിഫ്റ്റാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ഇതിലാണ് സദ്യ ഒരുക്കുന്നത്. പിന്നെ ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സന്ധ്യ കഴിഞ്ഞു, നാളെ തിരുവോണമില്ലേ. അപ്പോൾ സദ്യക്കുള്ള ഒരുക്കങ്ങളിപ്പോൾ തയ്യാറെടുക്കുന്നേ ഉള്ളൂ. അതിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അധികം കേടാവാത്ത കറികളൊക്കെ ഇന്ന് രാത്രി ഉണ്ടാക്കി വയ്ക്കാൻ പോവാണ്. അപ്പം പുളിഞ്ചി, കറിനാരങ്ങ, കാളൻ, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. അത് ഉരുളക്കിഴങ്ങ് റോസ്റ്റാക്കി വയ്ക്കും. അപ്പോൾ ഇത് 4 ഞാനിപ്പോൾ രാത്രി ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ചേട്ടൻ ഒരു 9 മണിക്ക് ശേഷം 9:30 ആകുമ്പോൾ ചേട്ടൻ വരും. അപ്പോൾ അതിന് ശേഷമാണ് പായസം ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ബാക്കിയുള്ള കറികളെല്ലാം നാളെ രാവിലെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കണം. പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇഞ്ചിയൊക്കെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞിട്ട് നമുക്ക് ഫട്ടാഫട്ട് ഉണ്ടാക്കണം. പിന്നെ ഇതാ കറിനാരങ്ങ, ഇത് ഞാനൊരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ട് വേഗം തയ്യാറാക്കാം. പിന്നെ കാളനുള്ള കഷ്ണങ്ങളോട് വെച്ചിട്ടുണ്ട്. പായസത്തിനുള്ള തേങ്ങ അത് ചേട്ടൻ ചെരുകിയത് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പം ഒരുപാട് അളവ് വേണമല്ലോ. അപ്പം ചെരുകിയത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വേഗം പാലാക്കിയിട്ട് നമുക്ക് വേഗം പായസത്തിലേക്ക് കിടക്കാം. ഓണ റെസിപ്പീസ് അധികം ഞാൻ ഇട്ടിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല. കുറേ ആളുകൾ എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾക്കൊരു മടുപ്പാവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. പക്ഷെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ഓരോന്നോരോന്ന് ഇട്ട് തരാം. ഈ ഒരു ട്രെൻഡ് കഴിയുമ്പോൾ ഞാൻ ഇട്ട് തരാം. ഈ ഓണം ട്രെൻഡ് കഴിയുമ്പോൾ ഇടയിൽ ഞാൻ ഓരോ റെസിപ്പി ഇട്ടുതരാം കേട്ടോ. അപ്പം എല്ലാവരും മറക്കാണ്ട് കാണുക. ഓണം അങ്ങനെ അധികം നാട്ടിൽ കൂടാൻ പറ്റിയിട്ടില്ല. കുട്ടികളൊന്നും അധികം ഓണത്തിൻ്റെ കലാപരിപാടികളൊന്നും അധികം കണ്ടിട്ടില്ല അവർക്ക്. ഞങ്ങൾ തൃശ്ശൂരിലാണെങ്കിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. 3-ാം ഓണത്തിന് കാവടി ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെയൊക്കെ കാവടി പോകും. ഇപ്പോൾ ഈ വർഷം അങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ നാട്ടിൽ പോയില്ലെങ്കിലും മിസ്സാവണില്ല, അല്ലെങ്കിൽ വിഷമായി തന്നെ. അപ്പം ഞാൻ പുളിഞ്ചി വേവിക്കാനായിട്ട് കലത്തിൽ വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടും തയ്യാറാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇത് കിടന്ന് നന്നായി തിളയ്ക്കട്ടെ. ഇപ്പം ഞാൻ കറിനാരങ്ങ അരിയാൻ പോവാണ്. ഇനി കറിനാരങ്ങ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പം അപ്പുറത്ത് എൻ്റെ പുളിഞ്ചി കിടന്ന് തിളയ്ക്കുന്നുണ്ട്. കറിനാരങ്ങ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ പുളിയിഞ്ചി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത്തിരി കൂടെ ഒന്ന് കുറുകാനുണ്ട്. അപ്പം ഞാൻ അടുത്തത് കാളൻ വേവിക്കാൻ പോവാണ്. അപ്പം അതിന് ചേനയും നേന്ത്രക്കായും നുറുക്കിയിട്ടിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ് ഞാനിവിടെ. ഈ കറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. ഇത് ഞാൻ മുന്നിട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. പിന്നെ ഇതാ ഇപ്പോഴത്തെ എൻ്റെ കാളൻ കിടന്ന് വേവുന്നുണ്ട്, നന്നായി കുറുകട്ടെ. അപ്പോൾ ഇവിടെ എൻ്റെ ഉരുളക്കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട്. ഇപ്പുറത്തെ കാളനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് കാച്ചിയെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ഉള്ളി വഴറ്റിയിടാണ്. നമ്മുടെ കാളൻ ഇരിക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഈ റെസിപ്പി പിന്നീട് ഇട്ട് തരാം. ഇതാ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം 4 കറി തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ നാളെ വെക്കുന്നത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. നൈറ്റാണ് കേട്ടോ. ഇപ്പം ഏതാണ്ട് ഒരു 10 മണിയൊക്കെ ആയി കാണും. ഇപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഞാൻ പാലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. പിന്നെ ശർക്കര ഉണ്ട്, അതൊക്കെ പാനിയാക്കി മാറ്റണം. ബാക്കി പായസം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ചേട്ടൻ്റെയാണ്. അപ്പോൾ ചേട്ടൻ എന്നെ ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യുന്നു.
ഞങ്ങളൊരു ചെറിയ പൂക്കളിടാൻ പോവാണ്. ചെറിയൊരു പൂക്കളട്ടോ. തൃക്കാക്കരപ്പനൊന്നും വെക്കണില്ല. തൃക്കാക്കരപ്പനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, പക്ഷെ പൊട്ടിപ്പോയി. ഫ്ലൈറ്റിലെ യാത്രയിലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ പൂക്കളെ മാത്രം ഇടാണ്. ഓക്കെ, ഇത് നമ്മൾ പിങ്കും റെഡും മിക്സ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി വെയിറ്റ്. ഇപ്പോൾ ഇവിടെ സാമ്പാറും രസവും ഒരുമിച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ പണി തീരും. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കില്ലേ, അതിൻ്റെ കൂടെ തന്നെ രസത്തിനുള്ള പരിപ്പും കൂടി ഇട്ടിട്ടുണ്ടായി. എന്നിട്ട് വെന്ത് വന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് രസത്തിൻ്റെ കലത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രസം കൂടെ ഉണ്ടാക്കാം. ഇവിടെ രസം തയ്യാറായിട്ടുണ്ട്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അവിലിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ല ഡ്രൈ ആയിട്ടുള്ള അവിലായിട്ടില്ലേ, എന്താ വെള്ളമൊന്നുമില്ലാതെ ഈ തേങ്ങേനെ എല്ലാവരും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയും വെള്ളരിക്ക പച്ചടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഇനി കടുക് പൊട്ടിച്ച് ഒഴിക്കാണ്. ഒരുവിധം കറികളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി 2 കൂട്ടം കൂടി ഉണ്ട്. പിന്നെ പപ്പടം വറുക്കണം, ചോറ് വയ്ക്കണം. അത്രയേ ഉള്ളൂ പണി. ഇത് രണ്ടാമത് നമ്മൾ നേന്ത്രക്കായയുടെ തോലാണ്. ഇപ്പോൾ കാളനൊക്കെ വെക്കുമ്പോൾ നമ്മളിതിൻ്റെ തോലൊന്നും യൂസ് ചെയ്യില്ലല്ലോ, ഇപ്പം ഉപ്പേരി വറക്കാനൊക്കെ. അപ്പോൾ ഈ തോല് നന്നായി ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കാം, ഉണക്കപ്പയറൊക്കെ ചേർത്തിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. നേന്ത്രക്കായയുടെ തോല് കൊണ്ടുള്ള കറിയാട്ടോ. അത് അടിപൊളി കറിയാണ്, തയ്യാറായിട്ടുണ്ട്. സദ്യക്കുള്ള എല്ലാ കറികളും തയ്യാറായിട്ടുണ്ട്. ഉണ്ടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമുക്കിനി വിളമ്പാം. അതുകൊണ്ട് എല്ലാ കറികളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഉണ്ടാക്കാത്തത് എരിശ്ശേരിയും ഓലനും കൂട്ടുകറി ഉണ്ടാക്കിയിട്ടില്ല. ബാക്കി എല്ലാ കറികളും ഒരുവിധം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.
അപ്പം ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വയറ് നിറഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ അനങ്ങാൻ വയ്യ, റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഓണം ആഘോഷിക്കുക. ഞങ്ങളുടെ ഓണാഘോഷം ഇതോടുകൂടെ തീർന്നു കേട്ടോ. ഇനി നാളെ തൊട്ട് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാണ്. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡയറക്റ്റ് സ്കൂളിൽ പോയി പഠിക്കാൻ പോവാണ്. അപ്പോൾ കൊറോണയൊക്കെ ഏതാണ്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. നാട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. ഇതോടുകൂടെ ഞങ്ങളുടെ ഓണാഘോഷം കഴിഞ്ഞു. ഇനി ഓരോ റെസിപ്പിയുമായി വീണ്ടും സാധാരണ പോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഒരു നല്ല ഓണം ആശംസകൾ. നന്ദി.